സന്ധ്യ മാഡത്തിൻ്റെ കൂടെ ജോലി ചെയ്ത കാലമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അനുഭവങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ കറപ്ഷനോട് എനിക്ക് വിരോധമാണ്. എന്ന് പറഞ്ഞാൽ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടി അല്ല പറയുന്നത്. കൈക്കൂലി വാങ്ങിച്ചിട്ട് ഇതൊക്കെ കാണിക്കുന്നവരോട് എനിക്കതിൽ യോജിപ്പില്ലാത്തതാണ്. സന്ധ്യ മാഡത്തിനോട് സംബന്ധിച്ചിടത്തോളം എനിക്ക് പേഴ്സണലായിട്ട് അനുഭവം ഉള്ളതെന്ന് പറയാണ് കറക്റ്റല്ല. പക്ഷെ ഒരു മൈനസ് പോയിന്റ് എന്തെന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ ഒന്നും ചെയ്യില്ല. ചെയ്യില്ല. അതൊരു മൈനസ് പോയിന്റ് ആണോ? മൈനസ് പോയിന്റ് അല്ല, അവരെ പ്ലസ് പോയിന്റ് ആണ്. അതാണ് നമ്മൾ അംഗീകരിക്കുന്നത്. പക്ഷെ പല കേസുകളിലും രാഷ്ട്രീയക്കാരുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചു എന്നൊരു ആരോപണമുണ്ട്. എത്ര ഓഫീസർമാർ ചെയ്യുന്നുണ്ട്. പക്ഷെ സന്ധ്യ മാഡം അങ്ങനെ ചെയ്യുന്ന ആളല്ലെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളത്. കാരണം പിന്നെ പല ഈ നമ്മളെ ഒരു പെൺകുട്ടിയെ ബംഗാളി അടിച്ചു വന്ന ഒരു കേസുണ്ടായിരുന്നു എറണാകുളത്ത്, പെരുമ്പാവൂർ ജിഷ കൊലക്കേസ്. അതിലെ അന്വേഷണം ഉദ്യോഗസ്ഥ സന്ധ്യ മാഡം ആയിരുന്നു. അന്ന് രാഷ്ട്രീയ പ്രതിയോഗികളെ പലരെയും കുരുക്കാനുള്ള അവസരങ്ങൾ വന്നിട്ടും ഇവർ പറഞ്ഞ പോലെയൊന്നും സന്ധ്യ മാഡം ചെയ്തില്ല. അവർ കറക്റ്റ് ഇൻവെസ്റ്റിഗേഷനാണ് നടത്തിയത്. അതിന് പാളിച്ച ഉണ്ടാവാം, ശരിയോ തെറ്റെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേറെ ആരോ ആണ് ഇത് ഇല്ലാത്തന്നൊക്കെ പത്രക്കാർ പറയുന്നതല്ല. പക്ഷെ ഇവര് ഉട്ട്ഫൈത്തിലേ ചെയ്യുള്ളൂ. അവർ അറിഞ്ഞ കാര്യം അതുപോലെ കറക്റ്റായിട്ട് ചെയ്യുള്ളൂ. ഞങ്ങൾ ചെയ്തുകൊണ്ട് പോയാലും പിടിച്ചോണ്ട് വന്ന കേസായാലും അവർ മനസ്സിൽ ബോധ്യപ്പെടണം, ഇതിന് ശരിയാണെന്ന് ബോധ്യപ്പെടണം, അതേ അവർ അംഗീകരിക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് ഈ സന്ധ്യ മാഡം എന്ന് പറയുന്ന ആ കേസുകാർ. അപ്പം അതുകൊണ്ടുള്ള തിക്തഫലം അനുഭവിക്കുകയും ചെയ്തവർ. അവരുടെ ബാക്കിയുള്ള കാലത്ത് ഒരിക്കൽ പോലും DGP ആവാനുള്ള അവസരം വന്നിട്ട് പോലും അവർക്ക് കൊടുത്തില്ല, രാഷ്ട്രീയക്കാർക്ക് കൊടുത്തില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് EK നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു P. ശശി, ഇപ്പോൾ പിണറായി വിജയൻ്റെയും. അന്നും ഇന്നും തമ്മിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എനിക്ക് ഞങ്ങൾ ചെറിയ ഓഫീസർമാരല്ലേ, അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നൊക്കെ വലിയ ആളുകളൊക്കെ അല്ലേ, അതൊക്കെ അവർ വലിയ കാര്യങ്ങൾ, ഞങ്ങൾ ചെറിയ ഓഫീസർമാർ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കാറില്ല. ഇതുവരെയുള്ള ജീവിതത്തിൽ താങ്കൾ ഔദ്യോഗിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സംതൃപ്തനാണല്ലേ എന്ന് പറയാനൊരു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ഈ അനുഭവങ്ങളുടെ കൂട്ടത്തിൽ ഒരു വലിയൊരു അനുഭവം ഉണ്ടായി. എനിക്ക് ഈ കേസിൻ്റെ ശിക്ഷയൊക്കെ വന്നപ്പോഴൊക്കെയുള്ള ടെൻഷനും അതൊക്കെ കൊണ്ട് എൻ്റെ കിഡ്നി ഡാമേജ് ആയിപ്പോയി. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് കണ്ടമാനം പൈസ ചിലവായി. കുടുംബത്തിൽ നിന്ന് വസ്തുവൊക്കെ വിറ്റ് ആണ് ചിലവാക്കേണ്ടി വന്നു. ഇതിനൊക്കെ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഓഫീസറുടെ ഒരു സഹപ്രവർത്തകൻ്റെ ഒരു 5 പൈസ എനിക്ക് സഹായം കിട്ടിയിട്ടില്ല എന്നുള്ളത് ഞാൻ അതിനെ സമീപിച്ചിട്ടുമില്ല. അതെല്ലാം എൻ്റെ സ്വന്തം കയ്യിൽ നിന്നുള്ള. അന്ന് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരോടൊക്കെ ഇപ്പോഴും ബന്ധം സൂക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ സ്വന്തം യൂട്യൂബ് ഉണ്ട്, അതിൻ്റെ കാഴ്ചക്കാർ അവർ പലരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ എഴുതി കമൻറ്റ്സ് എഴുതുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോഴും നല്ല ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. അതിലും സൂയക്കാരുണ്ടെന്നുള്ളതാണ് വേറൊരു വസ്തുത. അല്ല, അതെവിടെ പോയാലുണ്ടല്ലേ ഫീൽഡിലുണ്ടായാലും. കാരണം ഞങ്ങളൊക്കെ പുതിയ ഇതാന്നൊക്കെ അവൻ ചെറിയൊരു DYSP അല്ലേ, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ SP APS കിട്ടിയവരൊക്കെ ആയി. അപ്പോൾ അവരൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊച്ചു മനുഷ്യനല്ലേ ഇപ്പോഴും. അവൻ ഇങ്ങനെ ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട്. പക്ഷെ ഞാനതൊന്നും കണക്കാക്കുന്നില്ല. കഴിവുണ്ടെങ്കിൽ നമ്മളെവിടെയായാലും ഏത് മേഖലയിലും നമുക്ക് വിജയിക്കാം. താങ്കൾ തന്നെ ഇപ്പോൾ തന്നെ എക്സൈസിലായിരുന്നു, അതിനു മുമ്പ് ക്ലർക്കായിരുന്നല്ലോ. ക്ലർക്കായിരുന്നു, പിന്നീട് ഇപ്പോൾ പോലീസിൽ കാക്കിയുള്ള ഇഷ്ടം കൊണ്ട് പോലീസിൽ വന്നു. ഇത്രയും വർഷം ജോലി ചെയ്തു, ഒരുപാട് കേസുകൾ, പ്രമാദമായ കേസുകൾ തെളിയിച്ചു. റിട്ടയർഡ് ആയതിനു ശേഷവും അങ്ങയുടെ പല ആക്ടിവിറ്റികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത് ഇപ്പോഴും എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ആളുകൾ. എൻ്റെ ബാച്ചിലുള്ള പലരെയും ഇന്ന് ആർക്കും അറിഞ്ഞൂടാന്നുള്ളതാണ് വേറെ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു മരണം വീട്ടിൽ എൻ്റെ ഒരു ഡിസ്റ്റൻസ് റിലേറ്റീവ് മരിച്ചു കിടക്കുന്നു. അപ്പോൾ ഡെഡ് ബോഡിയുടെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു സ്ത്രീയോട്, അയ്യോ ഇത് നമ്മുടെ സാറല്ലേ എന്ന് ഡെഡ് ബോഡിയുടെ അടുത്തിരുന്ന് ഇങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അല്ലേ? ഞാനത് കേട്ടില്ല. ഏതെങ്കിലും ഒരു നല്ല അനുഭവം ഉണ്ടായിരിക്കുമല്ലോ ആ ഒരു ഇതിൽ ഓർമ്മിച്ചത്. അയ്യോ നമ്മുടെ യൂട്യൂബിലെ സാറല്ലേ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തിരുന്ന ഒരു വേറെ കുട്ടി കേട്ടിട്ട് ഞാൻ വന്നപ്പോൾ
സാറിൻ്റെ ഒരു ഫാനാണ് അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡെഡ് ബോഡി എടുത്ത് നിന്നപ്പോഴും എനിക്ക് ഈ ഫാൻ സിനിമയിൽ എത്രയോ നല്ല കഥകൾ എഴുതിയത്. ഇപ്പം ശാന്തിവിള ദിനേശിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കഥ മോഷ്ടിച്ചിട്ട് അത് വലിയൊരു സംവിധായകൻ ഇങ്ങനെ 5 ലക്ഷം രൂപ കൊടുത്ത് ഒതുക്കിയിട്ട്, പക്ഷെ സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോഴും അതും അദ്ദേഹം തന്നെ വാങ്ങിച്ചാൽ എതിർപ്പുണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. സിനിമയിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. ശാന്തിവിള ദിനേശൻ്റെ വീഡിയോയിൽ ഇങ്ങനെ പ്രിയദർശൻ്റെ എല്ലാം മോശമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്ക് ഇപ്പോൾ കുറച്ച് നേരം സിനിമാക്കാരുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഇപ്പം അവർ എല്ലാം പറയുന്നതാണ് കഥയിൽ കാര്യമൊന്നുമില്ല. എന്തായാലും വിരമിച്ച ശേഷവും അങ്ങ് ഒരുപാട് അസുഖത്തിൻ്റെ ഒരുപാട് കടമ്പകൾ അതെല്ലാം തരണം ചെയ്തു. ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം കൊണ്ടും അങ്ങയുടെ നന്മ നിറഞ്ഞ പ്രവൃത്തികൾ കൊണ്ടുമായിരിക്കണം അതെല്ലാം തരണം ചെയ്തു. ഇപ്പോൾ എഴുത്തിൻ്റെ ലോകത്താണ്. ഇനിയും ഒരുപാട് ദൂരം എഴുത്തിൻ്റെ ലോകത്തിലും അതുപോലെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ സിനിമാ ലോകത്തുമൊക്കെ പോകാൻ അങ്ങേ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.